പ്രിയപ്പെട്ടവരെ, അവിടെ ഈ വചനം വായിക്കുമ്പോൾ അവിടെ കത്തിക്കൊണ്ടിരുന്നൊരു തീ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. കത്തിക്കൊണ്ടിരുന്ന തീ. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളോട് പറയുവാണ്, ഈ വചനത്തിനകത്തും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ തീയുണ്ട്. ഈ വചനത്തിനകത്തും ഓരോ ദിവസവും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ആ പറയുന്ന വചനത്തിനകത്ത് കത്തുന്ന തീയുണ്ട്. അതിലേക്ക് കുടഞ്ഞിടേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളെ കയറി ചുറ്റിയ, നമ്മുടെ ജീവിതത്തെ പേടിപ്പെടുത്തുന്ന, ടെൻഷനാക്കുന്ന, പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും എങ്ങോട്ടേലും അല്ല കുടഞ്ഞിടണ്ടേ. അതിനെ ഇല്ലാതാക്കാൻ, അതിനെ ചാരവാക്കാൻ കഴിയത്തക്ക വിധമുള്ള തീയിലേക്ക് വേണം കുടഞ്ഞിടാൻ. നിങ്ങളുടെ വീടിനകത്ത് തെറ്റിദ്ധാരണ, സംശയം, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒരിക്കലും ഒട്ടും വളരാൻ പറ്റുന്നില്ല, ഉയരാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള നിങ്ങളുടെ ഉയർച്ചയെ, സന്തോഷത്തെ പുറകോട്ട് കൊളുത്തിട്ട് വലിക്കുന്ന സകലതിനെയും എങ്ങോട്ടേലും കുടഞ്ഞു കളഞ്ഞിട്ട് കാര്യമില്ല. അത് വീണ്ടും വന്ന് കാലേ ചുറ്റും, കയ്യെ ചുറ്റും, തലയെ ചുറ്റും, ചിന്തകളെ ചുറ്റും, ശരീരത്തെ ചുറ്റും. ഇതേ വിഷയം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. കുടഞ്ഞു കളയേണ്ടത് തീക്കകത്തേക്കാണ്. കുടഞ്ഞു കളയേണ്ടത് തീക്കകത്തേക്കാണ്. ഇന്ന് നമ്മളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കത്തുന്നത് ദൈവവചനത്തിൻ്റെ തീയാണ്. ദൈവവചനത്തിൻ്റെ തീയാണ്. ആ തീയിൽ ഉരുകാത്തത് വേറെ ഒന്നുമില്ല. ആ തീയിൽ വേണ്ടാത്തതൊക്കെയും വെന്തുപോകും. ആ തീ ശുദ്ധീകരിക്കുന്ന തീയാണ്. നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന തീയല്ല, നമ്മളിലെ അസ്വസ്ഥതകളെ ഇല്ലാതാക്കുന്ന തീയാണ്. അസ്വസ്ഥതകൾ, വിഷമങ്ങൾ, ടെൻഷൻ ഈ തീയിലേക്ക് കുടഞ്ഞിടുക. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെയൊക്കെ വചനമാകുന്ന തീയിലേക്ക് ഇടുകയാണ്. അത് ഞങ്ങൾക്കറിയാം, അതിൽ നിന്നൊരു വിശുദ്ധീകരണം ഉണ്ടാകും, അതിൽ നിന്നൊരു ദൈവിക ഉത്തരം ഞങ്ങൾക്കുണ്ടാകും. അതൊരു അത്ഭുതമായി മാറാൻ തുടങ്ങും. നിങ്ങളിത് വിശ്വസിക്കുന്നു? കേൾക്കുന്ന വചനത്തിനകത്ത് കത്തുന്നൊരു തീയുണ്ട്. അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന വ്യക്തികളിൽ ആ തീ പ്രകടമാകും. ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഞാൻ നിനക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ളൊരു കോട്ടയായിരിക്കും. അഗ്നി കൊണ്ടുള്ളൊരു കോട്ട, കത്തുന്നൊരു തീ ചുറ്റും നിന്നൊരു കോട്ട പോലെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങുക.